നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. മാർച്ചോടുകൂടി ഇടക്കാല കരാർ അത് ഒപ്പുവെക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൻ്റെ അവ്യക്തതയുമായി ബന്ധപ്പെട്ട കൂടുതൽ അവ്യക്തതകളുണ്ട്. അതിൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മറ്റൊന്ന്, തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസാണ്. അതിൽ പ്രതികളൊക്കെ അന്യസംസ്ഥാനത്തേക്ക് കടന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകൾ രാവിലെയിലുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന സൂചന. 4 പേരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കും. അതിജീവിതയുടെ സഹപ്രവർത്തകയിലേക്കും ആൺ സുഹൃത്തിലേക്കും അന്വേഷണം. ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. മലപ്പുറം ജില്ലാ വിഭജനം വേണമെന്ന ആവശ്യവുമായി സമസ്ത. വിഭജനം വേണമെന്ന് ശതാബ്ദി സമ്മേളനത്തിൽ പ്രമേയം. സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വേദിയിൽ. രണ്ട് ദിവസ സന്ദർശനത്തിനായി നരേന്ദ്രമോദി മലേഷ്യയിൽ. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച. വ്യാപാര സുരക്ഷാ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കും. ഇത് എൻ്റെ ശ്രദ്ധയിൽ ഒരു ചാനൽ പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഭാരവാഹികളെ ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. അവർക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ ഒരു 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവരെല്ലാം ഞാൻ തന്നെ വിളിച്ചു. അവർ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ ഞാൻ തന്നെ ഉദ്ദേശിച്ചു. ആ വാക്ക് പാഴ്വാക്കായി. തെരുവ് നായ ആക്രമണത്തിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ശരീരം തളർന്ന 18-കാരന് ഇന്നും ദുരിതജീവിതം. ചികിത്സ ഏറ്റെടുക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം. ന്യൂസ് 18 ഫോളോ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കലാശ പോരാട്ടം. കേരളത്തിന് എതിരാളികൾ സർവീസസ്. കേരളത്തിന്റെ ലക്ഷ്യം 8ാം കിരീടം. പോരാട്ടം അസമിലെ തെക്വാഖാനയിൽ. നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒളിവിലുള്ള പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. 4 പേരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. അതിജീവിതയുടെ സഹപ്രവർത്തകയിലേക്കും ആൺ സുഹൃത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ തിരുവല്ലയിലെ ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശി, ഇതിപ്പോൾ ഈ കേസിൻ്റെ ഒരു തലമൊക്കെ വല്ലാതെ തിരിയുകയാണ്. സഹപ്രവർത്തകയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന ആരോപണം ശക്തമാണ്. ഒപ്പം പ്രതികൾ നാടുവിടാനുള്ള സൗകര്യമൊരുക്കി പോലീസ് എന്ന ആക്ഷേപവുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്പിംഗ് ഉണ്ട്. അതായത് വലിയ രീതിയിലേക്ക് കേസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പായലെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം അതിനുള്ള സമയം അവർക്ക് ലഭിച്ചു. കാരണം 1-ാം തീയതിയാണ് ഈ ബലാത്സംഗം നടക്കുന്നത്. പിന്നെ 2-ാം തീയതി പോലീസ് എഫ്ഐആർ ഇടുന്നു. ആ ദിവസം 2 പ്രതികളെ മാത്രമാണ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. 1-ാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറേയും അതുപോലെ ഒപ്പമുള്ള ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയം തന്നെ ഈ 4 പ്രതികളും സംസ്ഥാനം വിട്ടു. എന്തായാലും അതിനുള്ള സമയം അവർക്ക് ലഭിച്ചു. കാരണം ഈ കേസ് ഇത്രത്തോളം ഡെവലപ്പ് ആവുന്ന സമയത്ത് തന്നെ, ഈ കേസ് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് തന്നെ ഇവർ ഈ സംസ്ഥാനം വിടുന്ന ഒരു സാഹചര്യം, അവർക്കത് സഹായമായി അത്രയും സമയം ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ബലാത്സംഗ സമയത്ത് ഈ അതിജീവിത, അതായത് ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് സഹപ്രവർത്തക ഈ ഗുണ്ടകൾ എത്തുന്ന സമയത്ത് യാതൊരു പ്രതികരണവുമില്ലാതെ അവരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ഈ സഹായിക്കാനല്ലാതെ ഈ അതിജീവിതം രക്ഷപ്പെടുത്താനുള്ള ഒരു നടപടിയും ഈ സഹപ്രവർത്തകർ ചെയ്തില്ല എന്നുള്ള കാര്യം കൂടി അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ ഗുണ്ടകൾ സഹപ്രവർത്തകയല്ല ആക്രമിച്ചത്, അതിജീവിതയാണ് ആക്രമിച്ചത്. അത് ഒരുപക്ഷെ ഈ സഹപ്രവർത്തകയ്ക്ക് ഗുണ്ടകളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ നേരത്തെ പരിചയമുണ്ട് എന്നുള്ള കാര്യം അതിജീവിത ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിന് അതിജീവിത ആൺ സുഹൃത്തിലേക്കും ഈ പറഞ്ഞ സഹപ്രവർത്തകരിലേക്കും അന്വേഷണം നടത്തുമെന്ന് ഇന്നലെ SP വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനൊരു പരാതി ഈ അതിജീവിത നൽകിയത് പറഞ്ഞതുകൊണ്ട് തന്നെ
ഈ സുഹൃത്തിനെതിരെ, അതായത് ആൺ സുഹൃത്തിനെതിരെയും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകർക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നും ഇന്നലെ SP പറഞ്ഞിരുന്നു. കൂടുതൽ പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾക്ക് ഇതിന് പങ്കുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. അതായത് കൊട്ടേഷൻ സംഘമാണെന്നുള്ള കാര്യം ഈ സ്ഥാപന ഉടമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് എതിരെ അന്വേഷണം ഉണ്ടാകും. അത്തരമൊരു പരാതി കൂടി ഈ ഉടമ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേർക്കെതിരെ പരാതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും പോലീസിന്റെ തീരുമാനമുണ്ട്. ഈ നിലവിൽ ഗുണ്ടാ സംഘവും പോലീസും തമ്മിൽ ബന്ധമുണ്ടെന്നൊരു ആരോപണമുണ്ട്. കാരണം മാസപ്പടി വിവാദങ്ങൾ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഈ പായിലെ മിക്ക സ്ഥാപനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SHO മുതൽ DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നു. അവർ മാസപ്പടി വാങ്ങുന്നു എന്നുള്ള കാര്യം പായുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. പല പായ്ക്കും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി മാസപ്പടി വാങ്ങുന്നു എന്നുള്ള ആരോപണം കൂടിയുണ്ട്. അത് ഇന്നലെ SP വാർത്താസമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. അത്തരം ഒരു ബന്ധം, അവിശുദ്ധ കൂട്ടുകെട്ട് ഗുണ്ടകളും ഈ സ്പായിലെ ആളുകളും തമ്മിലൊക്കെ ഒരു ബന്ധം, പോലീസുമായി ബന്ധമുണ്ടെങ്കിൽ അത് കൃത്യമായി നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകും. അത് അവർക്കെതിരെ നിയമ നടപടി ശക്തമായി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കേസ് വളരെ രീതിയിൽ ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിലേക്ക്, അതായത് വലിയ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നല്ലോ ശശി. അതിൽ പറഞ്ഞത് പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള ആരോപണത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും. കാരണം പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട്. നേരത്തെ 1-ാം തീയതി നടന്ന ഒരു സംഭവം, തിരുവല്ലയിലെ നഗരഹൃദയത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും പോലീസൊക്കെ വിവരമറിയാൻ വൈകി എന്നതും ഒരു പ്രശ്നമാണ്. ഈ ഗുണ്ടകളുടെ പല ബന്ധങ്ങളും ഒപ്പം പോലീസിന്റെ ബന്ധങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളും അടക്കമാണോ ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ളത്? രഞ്ജിത്ത്, അത് മാത്രമല്ല. കാരണം 1-ാം തീയതി നടന്ന സംഭവമാണ്. പിന്നെ 2-ാം തീയതിയാണ് കേസെടുക്കുന്നത്. പോലീസ് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചത്. ഈ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചതെന്നുള്ളതാണ് SP ഇന്നലെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തിന് വീഴ്ചയില്ല. SHO കൃത്യമായി നടപടി സ്വീകരിച്ചു. 2 പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് SP ജില്ലാ പോലീസ് മേധാവി ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറയുന്ന തരത്തിലേക്ക് നമ്മൾ പറയാൻ കാരണം ഈ 11ഓളം കേസുകളിലെ പ്രതിയാണ്, കാപ്പ കേസിലെ പ്രതിയായ, ഈ കേസിലെ 1-ാം പ്രതിയായ ഈ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. അതുകൊണ്ട് തന്നെ ഈ സുബിൻ അലക്സാണ്ടറെ അറസ്റ്റ് ചെയ്യാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസ് വൈകിപ്പിച്ചു എന്നുള്ള ആരോപണം പൊതുവെയുണ്ട്. അത് ഈ സ്ഥാപന ഉടമയ്ക്കുമുണ്ട്. ഗുണ്ടകളും പോലീസും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സ്ഥാപന ഉടമ കൂടി വ്യക്തമാക്കുന്നു. ഇതൊരു കൊട്ടേഷൻ ആണ്. കാരണം മറ്റ് സ്പായിലെ ആളുകൾ, തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പായിലെ മറ്റ് സ്ഥാപനങ്ങൾ നൽകിയ ഈ സ്ഥാപനത്തിന്റെ വളർച്ച കണ്ടുകൊണ്ട് മറ്റു സ്ഥാപനങ്ങൾ തങ്ങളെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാതാക്കാനും ബിസിനസ് തകർക്കാൻ വേണ്ടി ചെയ്തൊരു കൊട്ടേഷൻ എന്ന നിലയ്ക്കാണ് ആദ്യം പിന്നീട് സ്ഥാപന ഉടമ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും സ്ഥാപന ഉടമയുടെ പരാതി അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഗുണ്ടകൾ രക്ഷപ്പെടാൻ കാരണം ഇത്രയും സമയം അവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം, ഗുണ്ടകൾ സംസ്ഥാനം വിട്ടു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സമയം ലഭിച്ചു. കാരണം 1-ാം തീയതി നടന്ന സംഭവമാണ്. പിന്നീട് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് FIR പോലീസ് അന്വേഷണം നടത്തുന്നത്. ആ സമയം അവർക്ക് ഈ സംസ്ഥാനം വിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ മറ്റ് പ്രതികളിലേക്കും കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തുമെന്നുള്ള കാര്യം കൂടി ഇന്നലെ SP വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സഹപ്രവർത്തകയുടെ ഒരു പെരുമാറ്റം അത് സൂചിപ്പിച്ചാൽ അതിജീവിത പറഞ്ഞതാണ്. ഈ അതിജീവിതയെ ആക്രമിക്കുമ്പോൾ സമയത്ത് ഈ സഹപ്രവർത്തകർ തടയാനോ ഈ പ്രതികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാനോ ചെയ്തില്ല എന്നുള്ളൊരു പരാതി അതിജീവിത ഇന്നലെ പറഞ്ഞിരുന്നു. ഈ ജീവനക്കാരി ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അതിജീവിതയ്ക്ക് ഈ ഗുണ്ടകളുമായി നേരത്തെ പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിജീവിയുടെ ആൺ സുഹൃത്തിന് ഈ ഗുണ്ടകളുമായി ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ അതിജീവിതയെ മാത്രം ആക്രമിക്കുകയും ഈ സഹപ്രവർത്തകർ ഈ ഗുണ്ടകൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്തില്ല. അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഈ അതിജീവിത പറഞ്ഞത്. ഈ ആൺ സുഹൃത്തും ഈ സുഹൃത്തിന്റെ, അതായത് സ്ഥാപനത്തിലെ അതിജീവിയുടെ സുഹൃത്തും
ആൺസുഹൃത്തും തമ്മിൽ ചില ബന്ധമുണ്ട്, ഈ ഗുണ്ടകളുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് സംശയത്തിന്റെ നേരിലാണ് ഈ അതിജിയുടെ സഹപ്രവർത്തകയും ഉള്ളത്. ആ കാര്യം പോലീസ് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഗുണ്ടാ പോലീസും നേരത്തെ സൂചിപ്പിച്ച മാസപ്പടി അത് ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ അവിടെ ഉണ്ട്. ആ സ്പായുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി പോലീസിന് ഒരു മൗന അനുവാദം ലഭിക്കുന്നുണ്ട്. അത് ഈ പണം ഈ ഗുണ്ട മാസപ്പടി ലഭിക്കുന്നതുകൊണ്ടാണ് ലഭിക്കുന്നത്, ഇത് ഇത്തരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ആ കാര്യങ്ങൾ കൂടി പരാതിയായി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നാണ് ഇന്നലെ SP ആനന്ദ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികൾ അന്യസംസ്ഥാനത്തേക്ക് കടന്നു എന്ന സൂചനകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ മാഫിയ ബന്ധം, മാഫിയ കൂട്ടുകെട്ട് കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വെച്ച് സമസ്ത. ഇന്ന് നടക്കുന്ന സമസ്ത ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതും പ്രധാനമാണ്. മലപ്പുറം ജില്ലാ വിഭജനത്തെ BJP പൂർണ്ണമായും എതിർക്കുന്നു. സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെ ആണ് ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളിയും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും ജില്ലകളുടെ പുനർനിർണയം അത്യന്താപേക്ഷിതമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും അത്തരം പ്രശ്നങ്ങളുണ്ട്. 39 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാട്ടിനെ കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ്. പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും പിന്നാക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്യും. ആയതിനാൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് സമസ്ത 100ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെടുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് ചർച്ചയ്ക്കിടയാക്കുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയാക്കി തുടങ്ങിയ ഒരാവശ്യമാണ് സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ അവർ രാഷ്ട്രീയ പാർട്ടികളോട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് ആ വേദി പങ്കിടുന്നത്. കൃത്യമായും ഈ വിഷയത്തിൽ അവർക്ക് അഭിപ്രായം പറയേണ്ടി വരും. തീർച്ചയായും രഞ്ജിത്തെ, ഈ സമസ്തയുടെ 100ാം വാർഷികാഘോഷത്തിന് ഇന്ന് പരിസമാപ്തിയാകുമ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ചർച്ച തുറന്നുവിട്ടുകൊണ്ടാണ് കുണിയയിൽ ഈ സമ്മേളനം സമാപിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ 3 മുഖ്യമന്ത്രിമാരാണ് ഇന്ന് പങ്കെടുക്കുന്നത്. പിണറായി വിജയന് പുറമെ കർണാടക മുഖ്യമന്ത്രി, അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ സമ്മേളന വേദിയിൽ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, VD സതീശൻ കൂടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ ഇന്നുണ്ട് എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പ്രമേയങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ ഉയർന്നു വരികയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വലിയ ചർച്ചയ്ക്കിടയാക്കുന്ന ഒരു പ്രമേയം ഇതുതന്നെയാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നൊരു പ്രമേയം ഉമർ ഫൈസി മുഖമാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. അത് തന്നെയാണ് വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഒരുപാട് നേരത്തെയൊക്കെ ഉയർന്നു വന്ന ഒരു ചർച്ചയാണ്, പക്ഷേ അത് ഇപ്പോൾ തിരികൊളുത്തിയെന്ന് വേണം പറയാൻ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ VD സതീശനും എന്ത് നിലപാട് വ്യക്തമാക്കുന്നു അത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ സമസ്ത പറയുന്നത് 45 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശം മലപ്പുറം, അവിടെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്താൻ ജില്ലയുടെ വിഭജനം അനിവാര്യമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം പാലക്കാടും അതുപോലെ തന്നെ എറണാകുളവും ഇടുക്കിയും സമാന പ്രശ്നമുണ്ടെന്നും സമസ്തയുടെ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ സമസ്ത തുറന്നുവിട്ടിരിക്കുന്നത്. ഏതായാലും 4 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന സമസ്തയുടെ ഈ 100ാം വാർഷികാഘോഷം വലിയ തോതിൽ ആളുകൾ എത്തിയ ഒരു സ്ഥലമായി. നമുക്കറിയാം, ഒരു ഗ്രാമപ്രദേശമാണ് ഈ കുണിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30ക്കാണ് ഇതിന്റെ സമാപന സമ്മേളനം. ശുഭ്രവസ്ത്രധാരി
ബിരുദധാരികളായ 10 ലക്ഷത്തോളം പേർ ഈ ഒരു സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. അങ്ങനെ വലിയ പാൽക്കടലായി മാറും ഇന്ന് കുണിയ. എന്തായാലും നിരവധി പ്രമുഖർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ശ്രദ്ധേയമായ പ്രമേയങ്ങൾ, 20ഓളം പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ ഇത്തരത്തിൽ അവതരിപ്പിച്ചത്. അതിൽ പലതരത്തിലുള്ള പ്രമേയങ്ങളുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രമേയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ ഈ മലപ്പുറം ജില്ല വലിയ ചർച്ചയ്ക്കിടയാക്കുന്ന, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ BJP വലിയ തോതിൽ എതിർപ്പുമായി രംഗത്ത് വന്ന ആ ഒരു കാര്യത്തിൽ സമസ്ത കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തുറന്നുവിട്ടിരിക്കുന്ന ഈ ഒരു പ്രമേയം അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറും. ഇന്ന് മറ്റ് പ്രമുഖരൊക്കെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MA യൂസഫ് അലിക്ക് സമസ്തയുടെ അവാർഡുണ്ട്. ആ അവാർഡ് ദാനവും ഈ ചടങ്ങിൽ നടക്കും. വലിയ തോതിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 33,000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സമ്മേളനത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. രഞ്ജിത്ത്, മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന സമസ്തയുടെ ആവശ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടി വരും. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചത്. മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ പാടശേഖരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പത്തനാപുരം സ്വദേശിനി അജമനിസയാണ് കോന്നി പൂവൻപാറയിലെ പാടശേഖരത്തിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശശിനാരായണൻ ശശി, ദുരൂഹതയുള്ള ഒരു സംഭവമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും വിവരങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണകാരണമോ മറ്റോ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ രാവിലെ 8 മണിയോട് കൂടിയാണ് അജുമിനിസ വീടിന് തൊട്ടടുത്തുള്ള പൂവമ്പാറ ചേരിമുക്കിലുള്ള വീടിന് സമീപമുള്ള പാടശേഖരത്ത് പശുവിനെ മേയ്ക്കാനായിട്ട് പോയത്. പിന്നീട് ഉച്ചയോടുകൂടി ആ സമയത്ത് ഈ കുട്ടിയുടെ വല്യച്ഛനും വല്യമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പത്തനാപുരം സ്വദേശിയാണ് ഈ കുട്ടി. അമൃത വെക്കേഷൻ ഹയർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അല്പം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി കൂടിയാണ്. വീട്ടിൽ സാധാരണ പശുക്കളെയൊക്കെ മേയ്ക്കാനൊക്കെ പോകുന്നത് ഈ കുട്ടി തന്നെയാണ്. ഇന്നലെയാണ് രാവിലെ ഇത്തരത്തിൽ പശുവിനെ മേയ്ക്കാനായി പോവുകയും പിന്നീട് ഉച്ചയോടുകൂടി കാണാതാവുകയും ചെയ്യുമായിരുന്നു. അപ്പം സ്വാഭാവികമായും ഈ വല്യച്ഛനും വല്യമ്മയും ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ സമയം വീട്ടിലില്ലായിരുന്നു. തിരിച്ച് പാടത്ത് പോയി നോക്കുമ്പോൾ ഈ കുട്ടി അവിടെ കാണുന്നില്ല, പശു മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഒരു 3 മണിയോടുകൂടി ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. എന്തായാലും തുടർന്ന് തന്നെ പോലീസിന് വിവരം ഇറക്കി. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ മാറ്റിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷം ആയിരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. എന്തായാലും അസ്വാഭാവിക മരണത്തിലാണ് കോന്നി പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ആ പ്രദേശത്ത് മറ്റ് ആളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നതായും അയൽവാസികളോ ഒക്കെ കുട്ടിയെ അടുത്തറിയുന്നവരുണ്ട്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഇവിടെ ഈ പാടശേഖരത്ത് പശുവിനെ മേയ്ക്കാനായി കുട്ടി വരാറുണ്ട്. ഇപ്പോൾ അവധി ദിവസമാണ്. അല്പം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം പരിചയമുള്ള കുട്ടിയാണ്. നിലവിലത്തെ ആ പ്രദേശത്ത് സ്ഥിരം ഇത്തരത്തിൽ ഈ കുട്ടികളുടെ സാന്നിധ്യം ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ വിജനമായ ഒരു പ്രദേശം കൂടിയാണ് ആ പാടശേഖരം. എന്തായാലും ഇന്നലെ രാവിലെയാണ് പോയത്. പക്ഷെ ഉച്ചയ്ക്ക് ആയിട്ടും തിരിച്ചു വന്നില്ല. ഈ പെൺകുട്ടിയുടെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് വീട്ടിൽ കുട്ടിയെ കാണാതായപ്പം തിരക്കൊക്കെ ചെയ്ത് പിന്നീട് കണ്ടില്ല. പിന്നീട് പോലീസിനെ വിവരം അനുസരിച്ചിട്ട് 3 മണിയോടെ കൂടിയാണ് ഈ കുട്ടി പാടത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി കോന്നി മെഡിക്കൽ കോളേജ് മൃതദേഹം മാറ്റിയിട്ട് ഇന്ന് രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. രഞ്ജിത്തെ, ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, സഹകരണം എന്നീ മേഖലകളിലെ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചേക്കും. ഇന്നലെ മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹം ഒരുക്കിയ സ്വീകരണ ചടങ്ങിലും മോദി പങ്കെടുത്തിരുന്നു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, മലേഷ്യയിൽ ഇന്നലെ കാറിനുള്ളിലുള്ള നയതന്ത്രമൊക്കെ മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കാറിൽ സഞ്ചരിക്കുന്നു, ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ പല അപ്രതീക്ഷിത കാര്യങ്ങളും സംഭവിച്ച ഒരു പര്യടനം കൂടിയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രധാനപ്പെട്ട കരാറുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് അടക്കുമോ?
തീർച്ചയായിട്ടും ഇന്ന് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് പ്രത്യേക ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അവിടെയുള്ള പ്രത്യേക ഒരു റെഡ് കാർപ്പറ്റ് സെറമോണിയൽ വെൽക്കമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഇന്നലെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാറിൽ വെച്ചുള്ള ഇരുവരുടെ ചിത്രവും അതുപോലെ എയർപോർട്ടിൽ നേരിട്ടെത്തി അൻവർ ഇബ്രാഹിം നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന ആ ദൃശ്യങ്ങളെല്ലാം അത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ സമൂഹം ഒരുക്കിയ പ്രത്യേക സ്വീകരണ ചടങ്ങിൽ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റി പ്രത്യേകം പരാമർശിച്ചിരുന്നു. അൻവർ ഇബ്രാഹിം മലേഷ്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, അതിന് മുൻപേ തുടങ്ങിയതാണ് തങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യക്കും മലേഷ്യയ്ക്കും ഇടയിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധം, അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് ആർമിയുടെ കാര്യമെല്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. അതുമാത്രമല്ല, അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം പ്രത്യേകം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. തമിഴ് വംശജരുടെ സ്വാധീനം, മലേഷ്യയിലുള്ള തമിഴ് വംശജരുടെ സ്വാധീനം ഉൾപ്പെടെ നരേന്ദ്രമോദി എടുത്തു സൂചിപ്പിച്ച വിഷയമാണ്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം, സൗഹൃദം, പ്രതിരോധം തുടങ്ങിയിട്ടുള്ള മേഖലകളിലുള്ള ആ സഹകരണത്തെപ്പറ്റി അദ്ദേഹം എടുത്തു സൂചിപ്പിച്ച വിഷയമാണ്. മലേഷ്യയിലൊരു പുതിയ ഇന്ത്യൻ കൗൺസിലേറ്റ് കൂടി തുടങ്ങുമെന്ന് മോദി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും വിഷയമാകാൻ സാധ്യതയുള്ളത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്ത്യക്കും മലേഷ്യയ്ക്കും ഇടയിൽ നിലവിൽ $18.6 ബില്യൺ വ്യാപാര ബന്ധമാണുള്ളത്. മലേഷ്യ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ. ഇന്ത്യ മലേഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം, രാസവസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങളാണ്. ഇവയിലുള്ള സഹകരണം അത് കൂടുതൽ ശക്തമാക്കും. പിന്നെ പ്രതിരോധ മേഖലയിലുള്ള സഹകരണം കൂടി മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ ഇന്ന് നടക്കും എന്ന് തന്നെയാണ് സൂചന. ഡോർസിയൻ വിമാനങ്ങളുടെ വിൽപ്പന, അതുപോലെ തന്നെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെയും അതുപോലെ സുഖോയ് 30 യുദ്ധവിമാനങ്ങളുടെ നവീകരണം, അതുപോലെ അവരുടെ സർവീസസ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെമി കണ്ടക്ടറുകളുടെ വ്യാപാരം, അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സഹകരണം. ഇക്കാര്യത്തിൽ കൂടി ഇരു രാജ്യങ്ങളും ഒരു നിർണായക കരാറിൽ ഒപ്പിട്ടേക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. സെമി കണ്ടക്ടറുകൾക്ക് ചൈന, US പോലെയുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാതെ മറ്റ് വഴികൾ കണ്ടെത്താൻ ഇന്ത്യ പ്രധാനമായിട്ടും ഈ സെമി കണ്ടക്ടർ അത് ഉൾപ്പെട്ട ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത്. ഇന്നുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ തുടരുക. ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കും. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം ജൂണോടെ അവസാനിപ്പിക്കണമെന്ന് US വൈറ്റ് ഹൗസ് ഇരു രാജ്യങ്ങൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. അതേസമയം അബുദാബിയിൽ യുഎസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രികക്ഷി ചർച്ച പരാജയപ്പെട്ടു. അടുത്തയാഴ്ച മിയാമിയിൽ വെച്ച് ചർച്ച തുടരും. ആദ്യമായാണ് US വെച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ത്രികക്ഷി ചർച്ച നടക്കാൻ പോകുന്നത്. അജയ് തുടരുന്നുണ്ട്. അജയ്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ദീർഘനാളായി US-ന്റെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കറിയാം, ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റഷ്യയുടെ കടുംപിടുത്തമാണ് അതിന് വിഘാതമാകുന്നത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണം നിലപാടിൽ തന്നെയാണ് യുക്രൈൻ ഉള്ളത് എന്നും അറിയാം. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇത് റഷ്യ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ പുതിയ ലോക സാഹചര്യത്തിൽ? ഇപ്പോൾ അമേരിക്ക വളരെ നിരവധി മാസങ്ങളായി ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അത് തിരക്ക് പിടിച്ച് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ അബുദാബിയിൽ വെച്ചാണെങ്കിൽ ഏറ്റവും പുതുതായിട്ട് ചർച്ച നടന്നത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ച ഈ അബുദാബിയിൽ വെച്ച് നടന്നിട്ടും ഇത് പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. അതവരുടെ പ്രധാനമായിട്ട് ഊർജ്ജ സ്രോതസ്സുകളെ കേന്ദ്രീകരിച്ചായിരുന്നു റഷ്യ ഇത്തവണ ആക്രമണം നടത്തിയത്. അത് കാരണം യുക്രൈൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങൾ ഇപ്പോൾ ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6000-ലധികം ജനങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ് അവിടെ കഴിയുന്നത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സഹകരണങ്ങൾ അത് കൂടുതൽ ശക്തമാക്കുന്ന നടപടികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US ഒരു അന്തിമ തീയതി നൽകിയിരിക്കുകയാണ്. ജൂണിന് മുൻപാകെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, എല്ലാവിധ ചർച്ചകളും അതിനു
മുൻപേ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് US ഒരു കർശന നിർദ്ദേശം റഷ്യയ്ക്കും യുക്രൈനും നൽകിയിട്ടുള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. US ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ട്. അബുദാബിയിൽ വെച്ചിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ബന്ദി കൈമാറ്റത്തിൽ മാത്രമാണ് ധാരണയായത്. അല്ലാതെ ഈ പ്രദേശങ്ങളിലുള്ള തർക്കം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡോൺബാസ് മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ചകൾ പ്രധാനമായിട്ടും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ മേഖല തന്നെയാണ് പ്രധാന തർക്ക വിഷയം. ഇവിടെ ഈ ഒരു പ്രദേശം അത് റഷ്യ ഏതാണ്ട് ഈ പ്രദേശത്തുള്ള ലൊഹാൻസ് മേഖല അതുപോലെ തന്നെ ഡോണറ്റ്സ് മേഖല എന്ന രണ്ട് പ്രവിശ്യകൾ ഉൾപ്പെട്ടതാണ് ഈ ഡോൺബാസ് എന്ന് പറയുന്ന ഭൂപ്രദേശം. ഇതിൽ ഈ ലൊഹാൻസ് മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചടക്കി കഴിഞ്ഞു. ഡോണറ്റ്സ് മേഖല അതിൻ്റെ ഒരു 70% ഇപ്പോൾ റഷ്യയുടെ പക്കൽ തന്നെയാണ്. ഈ മേഖലകൾ എന്ത് വന്നാലും യുക്രൈന് വേണം എന്ന് തന്നെയാണ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നത്. എന്നാൽ റഷ്യ ഇത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്രോതസ്സാണ്, ഒരു വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെ ഈ മേഖലയെ പറയാൻ സാധിക്കും. ധാതു സമ്പത്ത് അതുപോലെ തന്നെ ശുദ്ധജല സ്രോതസ്സുകൾ, ഈ കൃഷിസ്ഥലം അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട 50% കൽക്കരി സ്രോതസ് ഇവിടെയാണ്, 20% ഗ്യാസ് ഫീൽഡ്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യുക്രൈൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ ഡോൺബാസ് മേഖല. അത് തന്നെയാണ് റഷ്യയുടെ ഒരു കണ്ണും. ഈ മേഖല ഏത് വിധേനയും പിടിച്ചടക്കി ഇത്രയും ധാതു സമ്പത്തും ഉള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മേഖല അത് റഷ്യയിൽ വേണം, റഷ്യയുടെ പക്കൽ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് പുടിനും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അലാസ്കയിൽ വെച്ച് അടുത്തിടെ പുടിനും ട്രംപും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ പക്ഷേ ട്രംപ് പുടിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഡോൺബാസ് മേഖല അത് മോസ്കോയുടെ നിയന്ത്രണത്തിൽ വരണം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ US-ൻ്റെ ഈ ആവശ്യത്തിനോട് പൂർണ്ണമായിട്ട് മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡോൺബാസ് മേഖലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ അത് ഇപ്പോഴും തുടരുന്നത് കാരണമാണ് ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുന്നത്. അടുത്തയാഴ്ച മിയാമിയിൽ വെച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. US-ൽ വെച്ച് ആദ്യമായി നടക്കുന്ന ത്രികക്ഷി ചർച്ചയാണത്, യുക്രൈൻ റഷ്യ യുദ്ധം സംബന്ധിച്ച്. എന്തായാലും ആ ചർച്ചയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഇനി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച വാഹനം അപകടമുണ്ടാക്കിയത്. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ച് നടന്ന അപകടത്തിൽ 2 ചെറുപ്പക്കാർക്ക് പരിക്കേറ്റ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നടൻ കാർ ഓടിച്ച് ആ അപകട സ്ഥലത്ത് നിർത്താതെ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയതൊക്കെ വലിയ വിമർശന വിധേയമായിരുന്നു. ഇതിനിടയിൽ പോലീസുമായി ബന്ധപ്പെട്ടും ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു. ഈ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ല. ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തിയെങ്കിലും കാറും ഉണ്ടായിരുന്നില്ല, രാജുവും അവിടെ ഉണ്ടായിരുന്നില്ല. രാജു പോലീസിനെ വിളിച്ചു വന്നത് വിശ്വസനീയമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിയമ്പിള്ള രാജുവിൻ്റെ ഫോൺ കോൾ രേഖകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, മണിയമ്പിള്ള രാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് താൻ രാത്രി തന്നെ പോലീസിനെ വിളിച്ചിരുന്നു, രാവിലെ വരാനാണ് പറഞ്ഞത്, തൻ്റെ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചിരുന്നു എന്നും മറ്റുമാണ്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അപകട സ്ഥലത്ത് നിന്ന് പോയത് എന്നാണ്. അത് വിശ്വസിക്കാവുന്നതല്ല. ഒരു പരിധിവരെ മ്യൂസിയം പോലീസിനെ കുടുക്കിലാക്കിയൊരു വർത്തമാനം കൂടിയായിരുന്നു അത്. ഇപ്പോൾ എന്താണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്? പോലീസ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണോ? രഞ്ജിത്ത്, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ DCP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പോലീസിനെ വിളിച്ചിരുന്നു, വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവിടെ നിന്നും മാറിയത് എന്നായിരുന്നു മണിയമ്പിള്ള രാജു പ്രതികരിച്ചത്. പക്ഷെ അത് തെറ്റാണെന്നാണ് ഇപ്പോൾ DCPയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതായത് ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു, ആ സമയത്ത് മണിയമ്പിള്ള രാജുവും വാഹനവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത ദിവസമാണ് ആ രീതിയിലേക്ക്, അതായത് മണിയമ്പിള്ള രാജുവിലേക്ക് എത്തുകയും പിന്നീട് രക്തപരിശോധന അടക്കം വേണ്ട അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നത്. പക്ഷേ ആ ഒരു കാലതാമസമായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു വിവാദമായിരുന്നു. അതായത് ഈ ഒരു അന്വേഷണത്തിന്റെ പ്രധാനമായും വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രാത്രി നടന്ന അപകടം അടുത്ത ദിവസം ഒരുപാട് മണിക്കൂറുകൾ വൈകി മാത്രമാണ് രക്തപരിശോധന അടക്കം നടത്തിയത് എന്ന കാര്യത്തിലായിരുന്നു വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷെ അതിൽ പോലീസിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. കാരണം വാഹനാപകടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാത്രി അത്ര കണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി പ്രതിയിലേക്ക് എത്താൻ ശ്രമിച്ചില്ല. അത് മാത്രമല്ല, ഒപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട്. പക്ഷേ മണിയമ്പിള്ള രാജു
പോലീസിനെതിരെ, അതായത് പോലീസിനെ അറിയിച്ചു, വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു, എന്നിട്ടാണ് അവിടെ നിന്നും മാറിയത് എന്നൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ അവിടെ നിന്നും വാഹനമെടുത്ത് അദ്ദേഹം അവിടെ നിന്നും മാറുകയായിരുന്നു. സ്വന്തം വീട്ടിലേക്കുമല്ല പോയത്, ബന്ധുവീട്ടിലേക്കാണ് പോയത് എന്നായിരുന്നു പ്രതികരിച്ചത്. പക്ഷെ പോലീസ് ആ ബന്ധുവീട്ടിലേക്ക് എത്തി രാത്രി തന്നെ അറസ്റ്റിലേക്കോ മറ്റ് രക്തപരിശോധനയിലേക്കോ കടന്നില്ല. ആ കാര്യത്തിൽ മാത്രമാണ് ഒരു ചോദ്യം നിലനിന്നിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും SHOന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മൊഴി ശരിവെച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ DCP നൽകിയിരിക്കുന്നത്. അതായത് രാത്രി അവിടെ എത്തിയിരുന്നു എന്നും പക്ഷേ വാഹനവും മണിയമ്പിള്ള രാജുവിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസമാണിത് അറസ്റ്റിലേക്ക് അടക്കം കടന്നത്. ഈ മണിയമ്പിള്ള രാജു പറഞ്ഞ വിഷയത്തിൽ പോലീസ് ആ കാര്യം തെറ്റാണെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട്. വലിയ വിവാദമായിരുന്നു. കാരണം അപകടം നടക്കുന്നു, അവിടെ നിന്നും പെട്ടെന്ന് വാഹനമെടുത്ത് പോകുന്നു, തുടർന്ന് അടുത്ത ദിവസം മാത്രം, അതായത് 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അറസ്റ്റിലേക്കും പിന്നെ രക്തപരിശോധനയിലൊക്കെ കടക്കുന്നത്. മദ്യപിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും വൈകി വന്ന ഒരു നടപടി, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി വലിയ ചോദ്യങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. അതിലാണ് ഇപ്പോൾ DCPയുടെ റിപ്പോർട്ട് പോലീസിനും SHOയ്ക്കും കൃത്യമായി ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സാരംഗ്, ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ പല്ലനയിൽ തെരുവുനായ ആക്രമണത്തിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ശരീരം തളർന്നുപോയ മത്സ്യത്തൊഴിലാളി കുട്ടിയുടെ കുടുംബത്തെ സർക്കാർ കബളിപ്പിച്ചു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ആശുപത്രി ബിൽ 14 ലക്ഷം ആയതോടെ ചികിത്സ പൂർത്തിയാക്കാതെ ഡിസ്ചാർജ് വാങ്ങുകയായിരുന്നു. സ്വർണം പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് തുക അടച്ചത്. സർക്കാർ സഹായം പ്രഖ്യാപിച്ചതോടെ പൊതുജനങ്ങളുടെ സഹായവും കിട്ടാത്ത അവസ്ഥയിലായി. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേക്ക്. അതിനു മുൻപ് അപകടം പറ്റിയപ്പോഴുള്ള വാർത്തയും മന്ത്രിയുടെ പ്രതികരണവും ഒന്ന് കാണാം. തെരുവുനായ പിന്തുടർന്ന് ആക്രമിക്കുന്നതിനിടയിൽ വീണ് നട്ടലിന് ക്ഷതമേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയെ ചികിത്സിക്കാൻ മാർഗമില്ലാതെ കുടുംബം. നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി സ്വകാര്യ ആശുപത്രിയിൽ ചിലവായത് 3 ലക്ഷത്തോളം രൂപയാണ്. കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത സൂരജിന്റെ വീട്ടുകാർ തുടർ ചികിത്സയ്ക്കായുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയിലാണ്. ന്യൂസ് 18 ഫോളോ അപ്പ്. കടൽ തീരത്തോട് ചേർന്ന് പാതി വിണ്ട് തകർന്നു വീഴാറായ ഈ ഒറ്റമുറി വാടക വീട്ടിലാണ് സൂരജും അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം ജീവിക്കുന്നത്. ഇതാണ് വാടക വീട്. വിണ്ട് കീറിയും വെട്ടിയൊക്കെ കിടക്കുകയാണ്. ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടിന്റെ അവസ്ഥ ഇവിടെല്ലാം പൊട്ടിയും പടിഞ്ഞാറുന്നുള്ള കാറ്റിനെയും പിന്നെ വെള്ളം അടിച്ച് കയറുകയും എല്ലാം ചെയ്യും. വിണ്ട് നിൽക്കുവാണ്. 3 മക്കളാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? ഒന്ന് പിന്നെ പെങ്ങളുടെ കൂടാണ്, ഒന്ന് വീട്ടിലുണ്ട്. ഇപ്പൊ രാത്രി അപ്പം ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെയാണോ വീട്ടിലാണോ കിടക്കുന്നത്? പിന്നെ പറ്റിയ സൂരജും വീട്ടിലാണ് കിടക്കുന്നത്. സൗകര്യക്കുറവ് മൂലം രാത്രിയായാൽ അച്ഛൻ ശശീന്ദ്രന്റെ കുടുംബ വീട്ടിലാണ് സൂരജ് ഉറങ്ങാനായി പോകുന്നത്. അങ്ങനെ പോകും വഴിയാണ് അവനെ തെരുവുനായക്കൂട്ടം ആക്രമിച്ചതും വീണ് നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെടുന്നതും. ചികിത്സാ ചെലവ് ഏറിയ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയതുപോലും കടം വാങ്ങിയും ബന്ധുക്കളുടെ സ്വർണം വിറ്റുമൊക്കെയാണ്. ദിവസം പണിക്ക് പറ്റിയപ്പോൾ ഒരു ദിവസം തന്നെ കിട്ടിയപ്പോഴും കാര്യമാകാം. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുക. അവരെ നടത്താനുള്ളത് ഗവൺമെന്റ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെന്ത് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും. കാര്യം മാർഗമില്ല, അവരെ ചികിത്സിച്ച് ഇതാകാനായിട്ടുള്ള. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ചികിത്സ എങ്ങും എത്തിയിട്ടില്ല. ചലനശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. സുമനസുകളുടെയും സർക്കാരിന്റെയും സഹായം ലഭ്യമായാൽ മാത്രമേ ഇനി ആ കുടുംബത്തിന് പിടിച്ചു നിൽക്കാനാകൂ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇത് എന്റെ ശ്രദ്ധയിൽ ഒരു ചാനൽ പെടുത്തി. അപ്പം തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഭാരവാഹികളെ, ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. അവർക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ ഒരു 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് അവർ കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്.
ഈ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവരെല്ലാം ഞാൻ തന്നെ വിളിച്ചു. അവർ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതായിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന ആ മന്ത്രിയുടെ വാക്ക്. ഇത്തരത്തിൽ ആ കുടുംബത്തെ സഹായിക്കും എന്നും ആശുപത്രി ചെലവുകളടക്കം വഹിക്കുമെന്നും മറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ഒരു വാഗ്ദാനത്തിൽ യാതൊരു തരത്തിലുള്ള വാഗ്ദാനം പാലിക്കുന്ന അവസ്ഥയുണ്ടായില്ല. ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വല്ലാത്ത അവസ്ഥയിൽ ആ കുടുംബം ഇപ്പോഴും കഴിയുകയാണ്. ഈ വാർത്തയിലേക്ക് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിലേക്ക് ഒരിക്കൽ കൂടി. 2023 ജൂൺ 26 ആലപ്പുഴ പല്ലന സ്വദേശിയായ 17 വയസ്സുകാരൻ തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്നത്. അതായത് രാത്രി പുറത്തേക്ക് ഇറങ്ങിയ കുട്ടിയെ തെരുവുനായ പിന്തുടരുകയും കുട്ടി ടെറസിന്റെ മുകളിൽ ഓടിക്കേറി അവിടെയും തെരുവുനായ ആക്രമണം ഉണ്ടായി. അങ്ങനെ മുകളിൽ നിന്ന് കുഞ്ഞ് നടുവടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ആ വീഴ്ചയിൽ ചലനശേഷി അടക്കം കുട്ടിയുടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെതായ ഒരു ഇടപെടൽ അന്ന് ഉണ്ടായത്. അതായത് ഫിഷറീസ് മന്ത്രി, ജില്ലയിലെ മന്ത്രി കൂടിയാണ് ഫിഷറീസ് മന്ത്രിയായ സജി ചെറിയാൻ, കുട്ടിയുടെ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അതിൽ തന്നെ നമ്മളോടൊപ്പം ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഈ 2 വർഷം വരെ ഈ കുടുംബം സഹായങ്ങൾക്കായി കാത്തു നിന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ചികിത്സയ്ക്കായി വേണ്ടി വന്നു. അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ന്യൂസ് 8 ഇപ്പോൾ മാധ്യമം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിലവിലത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? അതെന്ന് വെച്ചാൽ ഈ സഹോദരങ്ങൾ അവരെല്ലാം സ്വർണ്ണമൊക്കെ പണയം വെച്ചാൽ ഞങ്ങൾക്ക് തരുന്നത്. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. കയറി കിടക്കാൻ വിൽക്കുക വരെ ചെയ്തു. ഞങ്ങള് സ്വർണം വിറ്റ് ആ രാത്രി സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫൈനാൻസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ വരെ അക്കൗണ്ടിൽ കാശിട്ട് തന്നു. അതായത് ആശുപത്രിയിൽ നിന്നും പറഞ്ഞ സമയത്തൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സഹായം കിട്ടിയില്ല. ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഡിസ്ചാർജ് ആയ സമയത്തെങ്കിലും സർക്കാരിൽ നിന്ന് പിന്നെ അവിടെ പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഈ പോയ കുഞ്ഞുങ്ങൾ വിളിച്ച് ഇവിടോട്ടാണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സ്വർണം മേടിച്ചതും ഈ ഫൈനാൻസിൽ കൊണ്ടുപോയി പണയം വെച്ചതും അയാൾ ലാസ്റ്റ് തികയാതെ വന്നപ്പോൾ ആ മനുഷ്യനും 50,000 രൂപ ഇട്ട് കൊടുത്ത്. അതായത് ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ ആശുപത്രിയിൽ എത്ര നാൾ കിടന്നു? 1 വർഷത്തോളം കിടന്നു ഞങ്ങൾ. ഈ 1 വർഷം കിടക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഈ തിരുവല്ലയിലായിരുന്നല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നത്? മന്ത്രി നിങ്ങളെ കാണാനോ എന്തെങ്കിലും ശ്രമം ഉണ്ടായോ? ഇല്ല, വന്നില്ല. നിങ്ങൾ മന്ത്രി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടില്ലേ ഈ സഹായവും കിട്ടുമെന്നുള്ള കാര്യങ്ങൾ? പറഞ്ഞു. മനുവിനെയാണ് ഞാൻ ഈ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനെയാണ് വിളിച്ച് പറയുന്നത്. അപ്പം മനു പറയുന്നത് അത് അവർ ചെയ്യും പേടിക്കേണ്ട, ചെയ്യും, പോകുന്നതിനുള്ളിൽ എല്ലാം റെഡിയാക്കി പിന്നെ ബില്ലടക്കി വന്നാ പറയുന്നത്. അതായത് പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു യോഗമൊക്കെ വിളിച്ചിട്ടാണ് നിങ്ങൾ കുട്ടിയുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ആശുപത്രിയിൽ നിങ്ങൾ എത്ര കാലം കിടന്നു? ഈ 1 വർഷത്തോളം കിടന്നു. ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താ? ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളത് പറഞ്ഞ ഞങ്ങൾ പണവുമായിട്ടല്ല പോയിരുന്നു. മൊത്തം ഇവിടെ 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ 2.5 ലക്ഷം രൂപയാണ് ഞാൻ കളക്ട് ചെയ്ത് കിട്ടിയത്. ഈ പരിസരത്തുള്ളവരെല്ലാം കൂടെ എല്ലാവരും സഹായിച്ച 2.5 ലക്ഷം രൂപയും കൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ ഇവനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇതുങ്ങളെല്ലാം ആശുപത്രിയിലാണല്ലോ തന്തയും തള്ളയും. ഈ കാശും കൊണ്ട് പോകുമ്പോഴാണ് ഈ കൊച്ചു വിളിച്ച് എന്നോട് പറയുന്നത്, ചേച്ചി ഇന്നതുപോലെയാണ്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും ഇവന് കിട്ടിയിട്ടില്ല, അത് നമ്മൾ ഇത്രയും ബില്ല് അടച്ചു വേണം ഇവനെ കൊണ്ടുവരാനെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപയുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്ത്, ഞാൻ അവിടുന്ന് ഇവളോട്, അപ്പൊ എന്റെ പിന്നെ ചേച്ചിയുടെ മരുമോളുണ്ടായിരുന്നു, എന്റെ ആങ്ങളുടെ മോണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ 2-3 കുഞ്ഞുങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത്. അതുങ്ങൾ ആ ഉള്ള സമയം കൊണ്ട് സ്വർണവും കൊണ്ട് ഇതുങ്ങൾ ആ പോയ കാറേ തന്നെ പല ജുവലറിയിലും കയറി. എന്തിനാ അതുങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന സ്വർണം വിറ്റ് കുഞ്ഞിനെ കൊണ്ടുവരാം. പക്ഷെ ആ സമയത്തൊന്നും അന്ന് കൊച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അതൊന്നും പറ്റിയില്ല. അവിടുന്ന് പിന്നെ സ്വർണ്ണക്കടക്കാരൻ ഇവിടോട്ട് വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ കുറേ സ്വർണ്ണമുണ്ട്, അത് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വെക്കുക. ഈ സ്വർണം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ തിരിച്ച് ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ അയാൾ കുറച്ച് കാശിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ആണോ ഈ ഇരുന്ന കാശും പിന്നെ ഈ സ്വർണം ലാസ്റ്റ് വിറ്റ് അങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ ബില്ല് അടയ്ക്കുന്നത്. അതായത് ഇവർക്കെല്ലാം പണം തിരികെ നൽകേണ്ടതുമാണ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കടത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം ഞങ്ങൾ വെറും വില്ലേഴ്സിലേക്ക് പോകാനായിട്ട്, നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ആശുപത്രി തന്നെ സജസ്റ്റ് ചെയ്തത് ഈ മന്ത്രിയുടെ ഓഫീസിനൊക്കെ ഇടപെടലായിരുന്നു അല്ലേ? അന്ന് ഞങ്ങൾ ആശുപത്രി കടന്നു കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ വന്ന് പറയുന്നത്, നമുക്ക് അറിയത്തില്ലായിരുന്നു അന്നേരം. അന്ന് നിങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അത് ശരിയാണ്. അത് മാത്രമല്ല പിന്നീട് മന്ത്രിയുടെ ഓഫീസ് നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്.
ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറയുമായിരുന്നല്ലോ, ഈ മനുവിനെയാണ് വിളിച്ച് പറയുന്നത്. അന്നേരം ആ മനു അന്നേരം പറയാം അത് ചെയ്യും, അത് ചെയ്യാതിരിക്കത്തില്ല മന്ത്രി, അങ്ങനെ. ഏറ്റവും കൂടുതൽ 80,000 രൂപ മാത്രം തരുമ്പോ എന്താ പറയുന്നത്? 40,000 വെച്ചാണ് ഈ തരുന്നോണ്ടിരുന്നത്. ആദ്യം ഒരു 40,000 വന്ന് അത് ഈ ഞങ്ങളുടെ വിനോദ് സാറല്ല അതുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെയും വിനോദ് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെയും പോയി 40,000 രൂപ. അന്നേരം പറയുന്നു അവരിങ്ങനെയാ പറയുന്നത്, ഫണ്ടില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയായി പറയുന്നതെന്ന്. അതായത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യവും ഇവർ കാത്തിരിക്കുമ്പോൾ കുഞ്ഞ് 1 വർഷത്തോളം, അതായത് ഈ 17 വയസ്സുകാരൻ 1 വർഷത്തോളം ആശുപത്രിയിൽ കിടക്കയിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതർ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് പൊക്കോ എന്ന് ഇവരോട് പറഞ്ഞ ഘട്ടത്തിൽ വീണ്ടും ഇവർ സർക്കാരിനെ ബന്ധപ്പെട്ടു അല്ലേ? ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ തന്നെയാണ് വീണ്ടും പറയുന്നത്, അത് നിങ്ങൾ കിടക്ക് കുറച്ച് ദിവസം കൂടെ കിടക്കുന്നു. അപ്പം ഞാൻ പറയോ അപ്പം പിന്നെയും ബില്ലാകുമല്ലേ കുറച്ച് ദിവസം കൂടെ കിടക്കുമ്പോഴത്തേക്ക്. അങ്ങനെ നിങ്ങൾ എത്ര നാളെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവരിങ്ങനെ പറഞ്ഞു? പിന്നെ ഒരു 8 മാസം മുതലേ ഞങ്ങൾ പറയുക ഈ പോണം വീട്ടിലോട്ട് ഒരു പരീക്ഷയാ എന്ന് ഞാൻ പറഞ്ഞു. മോന് പരീക്ഷ എഴുതണം, മോന് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും അവിടെ പഠിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞു ആ എക്സാം എഴുതണം കേട്ടോ സൂരജ് എക്സാം എഴുതണം വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ പറഞ്ഞെങ്കിൽ വീട്ടിൽ പോയി തെറാപ്പിയൊക്കെ ചെയ്താൽ മതി, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആശുപത്രിയിലോട്ട് വന്നാൽ മതി, ചെക്കപ്പിനൊക്കെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആശുപത്രിയിൽ. ഇപ്പോഴും ചെക്കപ്പിന് പോകണമെങ്കിൽ 15,000 രൂപയില്ലാതെ പോകാൻ പറ്റത്തില്ല നമുക്ക്. അയാളുടെ മോളെ തീർക്കുന്നപ്പോഴാണ് അയച്ചത്. അയാളുടെ മോടെ സംബന്ധ വീട്ടിൽ നിന്ന് വരെ അക്കൗണ്ടിൽ കാശിട്ട് കൊടുത്ത് അന്ന് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി. തെളിവുകാരതേ ആയിരിക്കുന്നതൊക്കെ ആ രാത്രി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ ഇവർക്ക് കിട്ടാനുള്ള സഹായങ്ങൾ പോലും ഇല്ലാതായി എന്നുള്ളതാണ്. അതായത് പ്രാദേശികമായി ഇവർക്ക് നൽകേണ്ട പണം അല്ലെങ്കിൽ അത്തരത്തിൽ ലഭ്യമാകേണ്ട കൂട്ടായ്മകളുടെ ലഭ്യമാകേണ്ട പണം പോലും വലിയ സർക്കാർ സഹായം കിട്ടിയെന്ന പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത്ര ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് ഈ രക്ഷകർത്താക്കൾ പോയത്. ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ, സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇത്രയും വലിയ തുക അടച്ച് കുഞ്ഞിനെ കൊണ്ടുവന്നതെന്നാ പറയുന്നത്. കടത്തിന്റെ കാര്യം ആർക്കും അറിയത്തില്ല. അവര് പറയുന്നു പിന്നെ ഈ സാധാരണ അന്നന്ന് പോയി കൊണ്ടുവരുന്നവരെ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇത്രയും ലക്ഷം രൂപയും മുടക്കി ഇവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനെന്ന്. സർക്കാർ ചെയ്തിട്ടാണ് പിന്നെ സഹായം ചെയ്തിട്ടാണെന്ന് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്നത്. ശരിക്കും ചതിക്കപ്പെടുകയായിരുന്നു. ചതിക്കപ്പെടുമായിരുന്നു. പക്ഷെ സർക്കാർ പറയണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാമെന്ന്. കാരണം ഇവിടെ ആർക്ക് എന്ത് വന്നാലും ഇവിടെ ചെയ്യുന്ന എന്താണെന്നറിയാം, ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ പിരിച്ച് നല്ലൊരു തുകയാ. എങ്ങനെ പോയാലും ഒരു 10, 15, 18 ലക്ഷം രൂപ വരെ ഞങ്ങൾ പിരിക്കും. ഇവിടെ പിരിച്ച് അങ്ങനെ ഞങ്ങൾ രോഗത്തിന് ചികിത്സിക്കുന്നു. ഇപ്പൊ അന്നേ ഈ കുഞ്ഞ് പറയുന്നുണ്ട് സർക്കാർ അത് ചെയ്യത്തില്ലെന്ന്. സർക്കാർ നോക്കിയിരിക്കരുതെന്ന് ഈ വയ്യാതെ കിടക്കുന്ന കുഞ്ഞു സഹിതം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ഇത് ഈ കുട്ടിയുടെ സൂരജിന്റെ അച്ഛന്റെ സഹോദരിയാണ്. ഇവരുടെ വീട്ടിലാണ് കിടക്കുന്നത്. അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം സൂരജിന് ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതെ, നിങ്ങളുടെ വീട്ടിലാണ് നോക്കുന്നത്? എന്റെ വീട്ടിലാണ് കുഞ്ഞ് കിടക്കുന്നത്. കാരണം എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഇപ്പൊ തന്നെ എന്റെ വീടെന്ന് പറയുന്നത് ഈ കാണുന്നതേ ഉള്ളു. ആ ഒരു മുറി, ഈ ഒരു 2 മുറിയാണ് ഉള്ളത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്താൻ പറ്റിയ ഒരു റൂം ഇല്ലാത്തതിന്റെ പേരിലാണ് കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ സഹോദരന്റെ കുഞ്ഞ് അതുങ്ങൾക്കൊരു കിടക്കട. എന്റെ ഭർത്താവ് ഒരു രോഗിയാണ്. അതാണ് അവസ്ഥ. അതായത് സർക്കാർ പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപനങ്ങൾ ഒന്നും ഇതിനകത്ത് നടന്നില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു സർക്കാർ പ്രഖ്യാപനം ഉണ്ടായതിന്റെ പേരിൽ കൂടി ദുരിതം ഈ കുടുംബം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. വലിയ കടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് മാത്രമല്ല, സൂരജിന് ഇപ്പോൾ 18 വയസ്സായി. കുട്ടി കിടന്ന കിടപ്പിൽ തന്നെയാണ്. ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചികിത്സ നൽകി കഴിഞ്ഞാൽ അവന് നടത്തിക്കൊണ്ട് വരാനാകുമെന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നലെയാണ് ആന്റോ ആന്റണി MP തിരുവല്ലയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചതിൽ 2 കോടി രൂപ അവരിൽ നിന്ന് വാങ്ങി അതിനുശേഷം തിരിച്ചു കൊടുത്തില്ല എന്ന ആരോപണം സ്ഥാപന ഉടമ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ള അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിൻ്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആന്റോ ആന്റണിക്കെതിരെ അന്വേഷണം. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങി അതിനുശേഷം 20 ലക്ഷം രൂപ മാത്രം തിരിച്ചു കൊടുത്തു എന്നായിരുന്നു NM രാജു ഇന്നലെ വെളിപ്പെടുത്തിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇത് ഇന്നലെ
ആന്റോ ആന്റണി MP ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയിരുന്നു. NM രാജുവിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ UDF-ന്റെ നേതാവായിരുന്നു ഈ രാജു. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സംഭാവനയാണ് ഈ പണം വാങ്ങിയത് എന്ന് മറ്റും പറയുമ്പോൾ കുറച്ചുകൂടി ആന്റോ ആന്റണിയെ കുരുക്കിലാക്കുന്ന ഒരു മറുപടി ആയിപ്പോയി. അത് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ED അന്വേഷിക്കുമെന്നാണോ? രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ആയിരുന്നു ആന്റോ ആന്റണിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഈ നെടുമ്പറമ്പ് ഫൈനാൻസ് ഉടമ NM രാജു രംഗത്തെത്തിയത്. അതിൽ ഇന്നലെ തന്നെ രാജുവിൻ്റെ 44.5 കോടിയുടെ സ്വത്തുക്കൾ ED മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പ്രസ് മീറ്റിലാണ്, ആ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ആന്റോ ആന്റണിക്ക് താൻ 20 കോടി രൂപ കൈമാറി. അതിനുശേഷം പല തവണയായി തൻ്റെ മകളും ഉൾപ്പെടെ ആന്റോ ആന്റണിയുടെ വീട്ടിലെത്തി ഈ പണം തിരികെ ചോദിച്ചുവെങ്കിൽ പോലും ഒന്നും തന്നെ തിരികെ നൽകാൻ തയ്യാറായില്ല. ആകെ 20 ലക്ഷം രൂപയാണ് തിരികെ നൽകിയത്. പക്ഷേ അതിനുവേണ്ടി താൻ പരാതി ഒന്നും നൽകിയിട്ടില്ല എന്നുകൂടി ഈ NM രാജു പറഞ്ഞിരുന്നു. അതേസമയം തന്നെ തൻ്റെ ഈ ഒരു നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൻ്റെ ഈ ഫിനാൻസ് ക്രൈസിസിൽ വന്നതും അതിനെ തുടർന്നുണ്ടായ ED അന്വേഷണവും, ഈ ED അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും താൻ ഇക്കാര്യങ്ങൾ ആന്റോ ആന്റണി തന്നിൽ നിന്ന് പണം വാങ്ങിയെന്ന കാര്യം EDയോട് വെളിപ്പെടുത്തിയിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റോ ആന്റണിക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ നോട്ടീസ് അയച്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് EDയുടെ നിഗമനം അനുസരിച്ച് ഈ തട്ടിപ്പ് തുകയാണ് ആന്റോ ആന്റണിക്ക് NM രാജു കൈമാറിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയ തുകയാണ് ആന്റോ ആന്റണി തിരഞ്ഞെടുപ്പിനായി ചിലവാക്കിയത് എന്നൊരു കണക്കുകൂട്ടലാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും ED കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ എത്ര രൂപയാണ് വാങ്ങിയതെന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല എന്നുള്ളതാണ്. 20 ലക്ഷം രൂപ തിരികെ നൽകിയെന്ന് പറഞ്ഞു, വാങ്ങിച്ച തുക തിരികെ നൽകിയെന്നാണ് പറഞ്ഞത്. പക്ഷേ എത്ര രൂപയാണ് വാങ്ങിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞതുമില്ല. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരുന്നു, ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് സംഭാവനയായിട്ടാണ് താനത് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അതും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 20 കോടി രൂപ തിരഞ്ഞെടുപ്പിന് വേണ്ടി വാങ്ങിയെന്ന് പറയുന്നത്, അതും കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ, പ്രത്യേകിച്ച് EDയുടെയും പോലീസിൻ്റെയും അന്വേഷണം നേരിട്ട് ജയിലിൽ പോയ ഒരു തട്ടിപ്പ് പ്രതിയുടെ കയ്യിൽ നിന്നും 20 കോടി രൂപ തിരഞ്ഞെടുപ്പിനായി വാങ്ങിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ NM രാജുവിനായിട്ടുള്ള അന്വേഷണം, EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ EDയോട് ഈ ആന്റോ ആന്റണിക്ക് പണം നൽകിയ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ മാധ്യമങ്ങളോട് കൂടി അദ്ദേഹം അത് പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് EDയുടെ ഈ ഒരു അന്വേഷണം കൂടി കടുക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ ആന്റോ ആന്റണിയെ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവമിയെ തുടരണം. നമ്മൾ ഇന്നലെ ആന്റോ ആന്റണി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരുന്നു. നേരത്തെ നവമി പറഞ്ഞ പോലെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ഈ പണം എന്ന് ആന്റോ ആന്റണി പറയുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. എത്ര പണം വാങ്ങിയെന്നുള്ള കാര്യമല്ല. നമുക്കറിയാം ഒരു പ്രതിയാണ്, തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണമുണ്ട് ഈ ഫിനാൻസ് ഉടമയുമായി ബന്ധപ്പെട്ട്. തെരഞ്ഞെടുപ്പ് ചെലവിനായി 2 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു തുകയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ ഒരു പരിധിവരെ പരിഗണിക്കുന്ന പേര് കൂടിയാണ് ആന്റോ ആന്റണിയുടേത് എന്നുകൂടി ചേർത്ത് വെക്കണം. കാരണം ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ മത്സരിക്കാൻ പോയാൽ അപ്പോൾ അങ്ങനെയുള്ള മോഹങ്ങൾക്ക് കൂടി ഇപ്പോൾ തട വീഴുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നലെ ആന്റോ ആന്റണി പറഞ്ഞ മറുപടിയിലേക്കൊന്ന് പോകാം. എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹം എന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സഹായിച്ചത്. എന്നെ തെരഞ്ഞെടുപ്പല്ല, എന്നെ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്ന CPM-ന് കൊടുത്ത സഹായത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്ന പാർട്ടിയെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നും അല്ല, അദ്ദേഹം അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി CPM-നെ അത് സഹായിച്ചിട്ടുണ്ട്. പൈസ വന്നല്ലോ, അതല്ലേ പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. തിരിച്ചു കൊടുത്തു. എനിക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്, ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. അപ്പൊ ഞാനത് ഫേസ് ചെയ്തോളാം.
ഈ നിയമപരമായി കേസ് കൊടുക്കണമെന്നാണ് ആന്റോ ആന്റണി വെല്ലുവിളിക്കുന്നത് നവമി. ഒപ്പം നമുക്കറിയാം അന്ന് ഇയാൾ NM രാജു എന്ന് പറയുന്ന UDFന്റെ ഭാഗമായിരുന്നു. ആന്റോ ആന്റണിയുമായി ഏറെ ബന്ധമുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, കേരള കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അങ്ങനെ രാഷ്ട്രീയമായി കൂടി ഈ വിഷയത്തെ സമീപിക്കണമെന്നാണ് ആന്റോ ആന്റണി ആവശ്യപ്പെടുന്നത്. EDയുടെ അന്വേഷണ പരിധിയിൽ ഈ പറഞ്ഞതുപോലെ പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അന്വേഷിക്കേണ്ടി വരും. ഈ പണം എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ആന്റോ ആന്റണി വെളിപ്പെടുത്തേണ്ടി വരും. ഒപ്പം വാങ്ങിയ പണം പൂർണ്ണമായും തിരിച്ചു കൊടുത്തോ എന്ന കാര്യത്തിലും വെളിപ്പെടുത്തലുണ്ടാകണം. എന്തിനു ഉപയോഗിച്ചു എന്ന കാര്യത്തിലും കൃത്യമായ അന്വേഷണം അടക്കമുണ്ടാകും. എന്താണ് മനസ്സിലാക്കേണ്ടത്? ആന്റോ ആന്റണി കുരുക്ക് മുറുക തന്നെയാണല്ലേ? അതെ, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. ഇന്നലെ തന്നെ NM രാജുവിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. 2 കോടി രൂപ എന്ത് അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, ഒപ്പം ഈ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധം തന്നെയായിരുന്നു. ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ളവരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ആന്റോ ആന്റണിയും ഭാര്യയും നിരവധി തവണ തന്റെ ഓഫീസിലും വീട്ടിലും വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭാവന. തെരഞ്ഞെടുപ്പ് താൻ വലിയ ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതിനുവേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യാതൊരു ഈടുമില്ലാതെയാണ് 2 കോടി രൂപ നൽകിയതെന്ന് NM രാജു പറയുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ സംശയമുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ തുക, എത്രയും സൗഹൃദത്തിന്റെ പേരിലായിക്കോട്ടെ, ഈടില്ലാതെ എങ്ങനെയാണ് ഒരു ഫിനാൻസ് സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അപ്പോഴും മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു, മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൗഹൃദത്തിന്റെ പേരിലാണ്. പക്ഷെ തൻ്റെ ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ തുക കൈമാറിയത്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം തൻ്റെ പക്കലുണ്ട്. പിന്നീട് സാമ്പത്തികമായി വളരെ പ്രശ്നങ്ങളിലേക്ക് വന്നപ്പോൾ, ഈ ഫിനാൻസ് സ്ഥാപനം തകർന്നപ്പോൾ, ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റോ ആന്റണിയുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ താനും തൻ്റെ മക്കളും ഭാര്യയും അടക്കം ചെന്നിരുന്നു. മകൾ 10 തവണയെങ്കിലും അവിടെ ചെന്ന് പണം എങ്ങനെയെങ്കിലും തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് തിരികെ നൽകുവാൻ ആന്റോ ആന്റണി തയ്യാറായില്ല. പകരം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. അതും അക്കൗണ്ടിൽ കൃത്യമായിട്ടുണ്ട്. അതായത് അക്കൗണ്ട് മുഖേനയാണ് ഈ പണം തിരികെ നൽകിയത്. ഈ കൊടുത്തതിൻ്റെയും വാങ്ങിച്ചതിൻ്റെയും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തൻ്റെ പക്കലുണ്ട്. ഇത് EDക്ക് സമർപ്പിക്കുമെന്ന് കൂടി NM രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങൾ വീണ്ടും NM രാജുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ആന്റോ ആന്റണിക്ക് നൽകിയ തുകയുടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ആന്റോ ആന്റണിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിന് വിധേയനാകും. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. CPI-ക്കാരെ പോലും ആക്രമിക്കാൻ മടിയില്ലാത്ത പാർട്ടിയായി CPM മാറിയെന്ന് സദാനന്ദൻ മാസ്റ്റർ MP. കണ്ണൂർ മുഴിക്കുന്നിലെ CPI നേതാവ് P. ദാമോദരനെ കൊലപ്പെടുത്തിയതും CPM-കാരാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരാണ് CPM. അതിന്റെ പ്രതിപ്രവർത്തനം മാത്രമാണ് മറ്റു രാഷ്ട്രീയക്കാർ നടത്തുന്നതെന്നും സദാനന്ദൻ മാസ്റ്റർ ന്യൂസ് 18-നോട് പറഞ്ഞു. CPIM എന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിന് കാലം സാക്ഷിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ആക്രമണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടവർ. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെയും അവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഹിതകരമല്ലാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ പറയുന്നവരെ, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്. കോൺഗ്രസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്, ലീഗുകാരെ ആക്രമിച്ചിട്ടുണ്ട്. CPI-യുടെ പോലും, നിങ്ങൾ കണ്ണൂരിൽ വരൂ, കണ്ണൂരിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI പ്രവർത്തകനെ പരസ്യമായി വെട്ടിക്കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ പ്രദേശത്ത്, മുഴക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് CPI-യുടെ ഒരു പ്രോമിസിംഗ് ഫിഗർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു CPI-യുടെ കേഡറായിരുന്നു ഈ ദാമോദരൻ, കൊല്ലപ്പെട്ട ആള്. അദ്ദേഹത്തെ കൊന്നൊടുക്കി. CPI എന്ന് പറഞ്ഞാൽ CPI-യും CPI-യും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒരേ ആശയത്തിന്റെ വക്താക്കളാണ്, ഒരേ കുടി പേറുന്നവരാണ്. എന്നിട്ട് പോലും CPI-ക്ക് പോലും രക്ഷയുണ്ടായില്ല. അക്രമ രാഷ്ട്രീയ വിഷയത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് താൻ രാജ്യസഭയിലെ മേശപ്പുറത്ത് തന്റെ വെയ്പ്പുകാലുകൾ പ്രദർശിപ്പിച്ചതെന്നും സദാനന്ദൻ MP പറഞ്ഞു. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടണമെന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു.
ഏകപക്ഷീയമായ സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്നുള്ള അവരുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത്. അവരുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ പരിക്കേൽക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അനാഥരാകുന്നത്, സഹോദരിമാർ വിധവകളാകുന്നത്, അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്നത്? ഈ സാഹചര്യം എല്ലാം സൃഷ്ടിച്ചവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ മുഖം എന്ത് എന്ന് ലോകത്തെ കാണിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ഇത്തരം പ്രവർത്തികൾ ഇനി നമ്മുടെ നാട്ടിൽ അരുത് എന്ന ആത്മാർത്ഥമായൊരു ആഗ്രഹം എനിക്ക് വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിനുമുണ്ട്. പ്രസ്ഥാനത്തിന്റെ വീക്ഷണമാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രയോക്താക്കളായിട്ടുള്ള CPIM-ന്റെ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയം അരുത് എന്നുള്ളത്. ആ നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആവിഷ്കാരം വേണം എന്ന ചിന്തയും കൂടിയാണ് രാജ്യസഭയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ്. നമുക്കിനിയും ന്യൂസ് 8-ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ അജയ് ആര്യ ദമ്പതികളുടെ 1ാം വിവാഹ വാർഷികമാണെന്ന്. ആശംസകളുമായി സുഹൃത്തുക്കളും കുടുംബവും. ന്യൂസ് 8-ന്റെയും ആശംസകൾ ഇരുവർക്കും. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ അരുൺ ഹരിത ദമ്പതികളുടെ മകൻ തേജു എന്ന ഹൃദയയുടെ 3ാം ജന്മദിനമാണ് ഇത്. തേജുവിന് ജന്മദിനാശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും ഒപ്പം ചേച്ചി നന്ദയുമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായ രതീഷിൻ്റെയും ഷാബികയുടെയും 8ാം വാർഷികമാണ്, വിവാഹ വാർഷികമാണെന്ന്. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിയാണ് രതീഷ്. എല്ലാ ആശംസകളും മകൾ നക്ഷത്ര, മകൻ ഹൃതിക് എന്നിവർ അറിയിക്കുന്നു. ഒപ്പം ഞങ്ങൾ ന്യൂസ് 8-ന്റെ കുടുംബാംഗങ്ങളുടെയും എല്ലാ ആശംസകളും രതീഷിന് നേരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.